നമസ്കാരം. ഇന്ത്യ അമേരിക്ക ബന്ധം ചരിത്രത്തിലില്ലാത്ത വിധത്തിൽ മോശമായിക്കൊണ്ടിരിക്കുകയാണ്. രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര യുദ്ധം കനക്കുന്നു എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന. അതുപോലെ തന്നെ റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നതിൻ്റെ പേരിൽ 25% പിഴ തീരുവ, ഇങ്ങനെ മൊത്തത്തിൽ 50% നികുതിയാണ് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് മേൽ അമേരിക്ക നിലവിൽ ചുമത്തിയിട്ടുള്ളത്. പക്ഷേ ഈ പിഴയൊന്നും ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയെ ദോഷകരമായി ബാധിച്ചിട്ടില്ല എന്ന വിലയിരുത്തൽ വന്നിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ പലതരത്തിലുള്ള കൂടുതൽ നികുതികൾ പ്രഖ്യാപിക്കുന്ന നിലയിലേക്ക് അമേരിക്ക പോകുന്നത്. അതായത് യുക്രൈനും റഷ്യയും തമ്മിൽ ഒരു യുദ്ധം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു. ആ യുദ്ധത്തിന് കാരണക്കാരൻ റഷ്യയാണ്. റഷ്യയെ അതിൽ നിന്നും പിന്തിരിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും എല്ലാം ഈ ഉപരോധം ഈ രാജ്യത്തിന് മേൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ആ ഉപരോധത്തെ റഷ്യ മറികടക്കുന്നത് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് എണ്ണ വിറ്റുകൊണ്ടാണ് എന്നാണ് അമേരിക്കയുടെ വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെ ആണ് ഇപ്പോൾ ഇത്തരത്തിൽ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധം പോലും മോശമാകുന്ന നിലയിൽ ഇപ്പോൾ പിഴ തീരുവ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇന്ത്യ അമേരിക്ക ബന്ധം കൂടുതൽ വഷളാകുന്ന നിലയിലേക്ക് പോകുന്നു എന്ന രീതിയിലുള്ള ചില സൂചനകളാണ് അമേരിക്കയിൽ നിന്ന് വരുന്നത്. അതിലൊന്ന് 500% നികുതി ചുമത്താനുള്ള ബില്ല് സെനറ്റിൽ അടുത്തയാഴ്ച വരാൻ പോകുന്നു എന്നുള്ളതാണ്. റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്ന രാജ്യങ്ങൾക്ക് 500% നികുതി ഏർപ്പെടുത്തും എന്ന ഒരു ബില്ലാണ്. ആ ബില്ലിനുള്ള അനുമതി ഡൊണാൾഡ് ട്രംപ് ഇതിനോടകം തന്നെ നൽകി കഴിഞ്ഞിരിക്കുന്നു. അടുത്തയാഴ്ച അത് സെനറ്റിലും എത്തുന്നു. അങ്ങനെയാണ് എങ്കിൽ തീർച്ചയായും ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്നും ഇറക്കുമതി നിരോധിക്കുക എന്ന ഒരു തീരുമാനമാകും ഫലത്തിൽ അമേരിക്കയുടെ ഭാഗത്ത് നിന്നുണ്ടാവുക. കാരണം 500% നികുതി എന്ന് പറഞ്ഞാൽ തീർച്ചയായും ആ ഇറക്കുമതി അല്ലെങ്കിൽ വ്യാപാര ബന്ധം ഇല്ലാതാക്കുന്ന ഒരു തീരുമാനമാണ്. രണ്ടാമത്തെ കാര്യം, അമേരിക്കയുടെ വാണിജ്യ സെക്രട്ടറി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അതിനിശിതമായ ഭാഷയിലാണ് ഇന്ന് വിമർശിച്ചിരിക്കുന്നത്. അതായത് ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ഒരു വ്യാപാര കരാർ, ആ വ്യാപാര കരാർ കഴിഞ്ഞ കുറേ മാസങ്ങളായി ചർച്ചയിലാണ്. ഈ ചർച്ച എങ്ങും എത്താതെ പോകുന്നത് ഈ വ്യാപാര കരാർ യാഥാർത്ഥ്യമാകാത്തതിന് കാരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ ജൂലൈയിൽ വിളിക്കാത്തത് കൊണ്ടാണ് എന്നാണ് ഇപ്പോൾ അമേരിക്കയുടെ വാണിജ്യ സെക്രട്ടറി പറഞ്ഞിരിക്കുന്നത്. അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇടപെടൽ കൊണ്ടാണ് ഈ വാണിജ്യ കരാർ യാഥാർത്ഥ്യമാകാത്തത് എന്ന ഗുരുതരമായ ആരോപണമാണ് അദ്ദേഹം ഉന്നയിച്ചിരിക്കുന്നത്. അതായത് ഇന്ത്യ അമേരിക്ക ബന്ധം അല്ലെങ്കിൽ വ്യാപാര കരാർ എന്തുകൊണ്ടാണ് യാഥാർത്ഥ്യമാകാത്തത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇന്ത്യൻ കാർഷിക മേഖലയിൽ ഇടപെടാൻ അമേരിക്ക ശ്രമിക്കുന്നു. അതിന് ഏകപക്ഷീയമായി തന്നെ അമേരിക്ക അത് വേണം എന്ന അവകാശവാദം ഉന്നയിക്കുന്നു. ഇത് രാജ്യത്തെ കോടിക്കണക്കിന് കർഷകരെ ബാധിക്കുന്ന പ്രശ്നമാണ്. ഇതിനൊരിക്കലും മോദി സർക്കാർ അനുവാദം നൽകുന്ന പ്രശ്നമില്ല. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്നത് അമേരിക്ക ഇന്ത്യയുടെ പാലുൽപ്പന്നങ്ങളെയും ആ വിപണിയെയും ഇടപെടാൻ ശ്രമിക്കുന്നുണ്ട്. ഇത്തരം ഇടപെടലുകൾ ഇന്ത്യ ഒരിക്കലും അനുവദിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അമേരിക്ക വ്യാപാര കരാർ യാഥാർത്ഥ്യമാകാത്തത്. അത് അമേരിക്കയുടെ കടുംപിടുത്തം കാരണമാണ്, അമേരിക്കയുടെ പിടിവാശി കാരണമാണ്. അതിന് ഇന്ത്യൻ പ്രധാനമന്ത്രിയെ നേരിട്ട് വിമർശിക്കുക എന്ന ഒരു കാര്യമാണ് അമേരിക്കയുടെ വാണിജ്യ സെക്രട്ടറി ചെയ്തിരിക്കുന്നത്. അതായത് ഇന്ത്യയെ അമേരിക്ക ഒരു തുല്യശക്തിയായി പരിഗണിക്കുന്നില്ല എന്ന് ഈ വാക്കുകളിൽ നിന്ന് വ്യക്തമാണ്. അങ്ങനെ പരിഗണിക്കാത്തിടത്തോളം കാലം വ്യാപാര കരാർ യാഥാർത്ഥ്യമാവുകയില്ല. അമേരിക്കയുമായി വ്യാപാര കരാർ സംബന്ധിച്ച ചർച്ചകൾ തുടങ്ങിയതിന് ശേഷം വ്യാപാര കരാർ തുടങ്ങുകയും അത് വിജയകരമായി ഒപ്പിടുകയും ചെയ്ത ധാരാളം രാജ്യങ്ങൾ ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. ഇന്ത്യയും ബ്രിട്ടനും തമ്മിൽ വ്യാപാര കരാർ ഒപ്പിട്ടു. ഏറ്റവും ഒടുവിലായി ഇന്ത്യയും ഖത്തറും തമ്മിൽ ഇത്തരത്തിലൊരു സ്വതന്ത്ര വ്യാപാര കരാർ ഒപ്പിടുകയും ചെയ്തിരിക്കുന്നു. ഈ സാഹചര്യത്തിലാണ് അമേരിക്കൻ വാണിജ്യ സെക്രട്ടറിയുടെ ഈ വിമർശനം കൂടി വരുന്നത്. ഈ രണ്ട് ഘടകങ്ങളും തീർച്ചയായും രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ഈ അടുത്ത കാലത്തൊന്നും നേരെയാവില്ല എന്ന സൂചന നൽകുന്ന വാർത്തകളാണ്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.